Hey guys, welcome to the channel. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതിന് കുറച്ച് ഡിസൈൻ ചേഞ്ചസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെബ്സൈറ്റിന്റെ ഏകദേശം അതേപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഡിസൈൻ ചേഞ്ചസ് ഒക്കെ നമുക്ക് മെല്ലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് സൈൻ ഇൻ രജിസ്റ്റർ ഒക്കെ ഈ സൈഡിലേക്ക് മാറ്റി, അതേപോലെ ഈ സൈഡിൽ നമ്മൾ ഈ ഒരു കാറ്റഗറീസ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇത് ഡേറ്റാബേസിൽ നിന്ന് എടുക്കുന്നതാണ്. അതേപോലെ ഈ ടോപ്പിലുള്ള കണ്ടന്റ് എല്ലാം സ്റ്റാറ്റിക് കണ്ടന്റ് ആയ കാരണം അതുപോലെ ഇട്ടേക്കുന്നു. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് റൈറ്റ് സൈഡിലെ മാഗസിൻ ലൈവ് ടി വി സെർച്ച് ഇതാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ പിന്നീട് വരുന്നത് നമ്മുടെ ലിസ്റ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാറ്റഗറീസ്, സെൻറ്ററിൽ നമ്മുടെ ന്യൂസ് അല്ലെങ്കിൽ ബ്ലോഗ്സ്, റൈറ്റ് സൈഡിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് വീഡിയോസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ് വരുന്നത്. ഈ ഡ്രോപ്പ് ഡൗൺ അല്ലെങ്കിൽ ഈ സൈഡിൽ മെനു ബാർ ചെയ്യാനായിട്ട് ഈ ഒരു ഹോം പേജിലേക്ക് തന്നെ, അതായത് ഇവിടേക്ക് തന്നെ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്തു. സെലക്ട് സ്റ്റാർ ഫ്രം കാറ്റഗറി വേർ സ്റ്റാറ്റ് ഇസ് ഈക്വൽ ടു 1. ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാറ്റഗറീസിനെ എടുത്തിട്ട് നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്തു. കാറ്റഗറീസിനെ എടുത്തിട്ട് നമ്മൾ ഈ ബ്ലോക്സിനെ റെൻഡർ ചെയ്യുന്ന സമയത്ത്, EJSനെ റെൻഡർ ചെയ്യുന്ന സമയത്ത് കാറ്റഗറീസൂടെ പാസ് ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ ഈ കാറ്റഗറീസൂടെ പാസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബ്ലോക്സ് ഡോട്ട് EJS എടുത്തു. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തു കാറ്റഗറീസ് ഉണ്ടോന്ന്. കാറ്റഗറീസ് ഓഫ് 0 ഉണ്ടോ നോക്കി. ഉണ്ടെങ്കിൽ കാറ്റഗറീസിനെ മാപ്പ് ചെയ്തിട്ട് കാറ്റഗറി ഐറ്റം ഡോട്ട് കാറ്റഗറി നെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും ലിസ്റ്റ് ആയിട്ട് കൊടുത്തു. നമുക്ക് ഇതിന് ക്ലിക്കബിൾ ആയിരിക്കണം. അതിനായിട്ട് ആങ്കർ ടാഗ് കൊടുത്തിട്ട് നമുക്ക് ക്ലിക്കബിൾ ആയിരിക്കണം. അതേപോലെ ഇതിന് സബ് കാറ്റഗറീസ് വേണം. ഇതുപോലെ സബ് കാറ്റഗറീസ് വേണം. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇത്ര സാധനം സെറ്റ് ചെയ്ത് വെച്ചു. ബേസിക് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ വരണം, സെൻറ്ററിൽ വരണം, റൈറ്റ് സൈഡിൽ വരണം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഒരാൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് വരണം, ഇയാൾക്ക് പുതിയ ബ്ലോഗ് പോസ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റണം അല്ലേ. അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ വാലിഡേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് വാലിഡേഷൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബ്ലോഗ് പോസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റണം. അതിനായിട്ട് ഡയറക്റ്റ് ഈ പേജിലേക്കല്ല, ഇവർ നമുക്ക് സെപ്പറേറ്റ് ഒരു പേജിലേക്ക് വേണം. ആ പേജ് നമുക്ക് പിന്നീട് ഡിസൈൻ ചെയ്യാം. എന്നാലും ഫസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ഒരു പേജിലേക്ക് വിട്ടിട്ട്, അയാളുടെ ഡാഷ്ബോർഡ് പോലൊരു പേജിലേക്ക് വിട്ടിട്ട് ആ പേജിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇയാളെ ലിസ്റ്റ് ചെയ്യിക്കാം. അതായത് ബ്ലോഗ്സ് ലിസ്റ്റ് ചെയ്യിക്കാം, പുതിയ ബ്ലോഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം, എഡിറ്റ് ചെയ്യിക്കാം, ഡിലീറ്റ് ചെയ്യിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ച് ലോഗിൻ ആയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടത് ഈ പേജിലേക്കല്ല, നമുക്ക് വേണ്ടത് പുതിയൊരു പേജിലേക്കാണ് പോകുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഇവിടെ തിരിച്ച് ലോഗിനിലേക്കാണ് പോകുന്നത് അല്ലേ. ലോഗിനിലേക്ക് പോകുന്നതിന് പകരം ഇവിടുന്ന് തിരിച്ച് ലോഗിനിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ നമുക്ക് പ്രൊട്ടക്റ്റഡ്, നമുക്ക് ഒരു പ്രൊട്ടക്റ്റഡ് റൗട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. റൗട്ട് ആണെങ്കിൽ ഓത്ത് റൗട്ടിലേക്കായിരിക്കും പോകുന്നത്. ഓത്ത് റൗട്ടിൽ എന്താണ്, ജസ്റ്റ് ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഓത്തറൈസ്ഡ് ആണോ ചെക്ക് ചെയ്യാനുള്ളതാണ് ഓത്ത് റൗട്ട്. അപ്പോൾ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള റൗട്ട്സിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ റൗട്ടിലേക്ക് പോകാം. അപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ റൗട്ടിലേക്ക് പോകണം. പ്രൊട്ടക്റ്റഡിന്റെ അകത്താണ് ഓത്ത് റൗട്ട് അല്ലേ. അപ്പോൾ പ്രൊട്ടക്റ്റഡിന്റെ അകത്ത് ഡാഷ്ബോർഡിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഓത്ത് റൗട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡിന്റെ അകത്ത് കിടക്കുന്ന ഡിഫോൾട്ട് റൗട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഡാഷ്ബോർഡ് വേണ്ട, നമ്മൾ ഡയറക്റ്റ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. സൈൻ ഇൻ ചെയ്യാം. ടെസ്റ്റ് യൂസർ 1 2 3 4 5 6 ലോഗിൻ. നമുക്ക് ആ ഓത്ത് റൗട്ടിലെ പ്രൊട്ടക്റ്റഡ് റൗട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അൺഓത്തറൈസ്ഡ് കാണിച്ചു. കാരണം അവിടെ ഡിഫോൾട്ട് നമ്മൾ വെച്ചേക്കുന്നത് എന്താണ്, ഡിഫോൾട്ടായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് അൺഓത്തറൈസ്ഡ് ആണ് അല്ലേ. ഈ റൗട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം എന്താണ്, പ്രൊട്ടക്റ്റഡ് റൗട്ടിൽ പോകുന്നതിന് ഇപ്പോൾ ഈ യൂസർ ആക്റ്റീവ് യൂസർ ആണോ അല്ലെങ്കിൽ ലോഗ്ഡ് ഇൻ യൂസർ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു മിഡിൽ വെയർ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു മിഡിൽ വെയർ സെപ്പറേറ്റ് എഴുതാം. അതിനായിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, മിഡിൽ വെയർസ്. ഇതിൻ്റെ അകത്തല്ല, പുറത്താണ് വേണ്ടത്. മിഡിൽ വേഴ്സ് എന്ന് പറഞ്ഞ റൗട്ട് എഴുതി. ഇതിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്താണ്, auth_user.js. ഓത്തറൈസ്ഡ് യൂസറെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഓത്തറൈസ്ഡ് യൂസർ ആണോ നോക്കിയിട്ട് നമുക്ക് അതിനുശേഷം മാത്രമേ ഇവരെ നമ്മൾ അങ്ങോട്ട് റീഡയറക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതുന്നു, ഈ ലോഗിൻ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ റിക്വസ്റ്റ് റെസ്പോൺസ്, നമ്മൾ പറഞ്ഞിരുന്നത് മിഡിൽ വെയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടെ കാണും അല്ലേ. റിക്വസ്റ്റ് റെസ്പോൺസ് നെക്സ്റ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഇഫ് റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട്, നമ്മുടെ എന്തായിരുന്നു റിക്വസ്റ്റ് സെഷൻ്റെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തായിരുന്നു, യൂസർ ഐ ഡി ആയിരുന്നു അല്ലേ. യൂസർ ഐ ഡി ഉണ്ടോ എന്ന് നോക്കുന്നു. യൂസർ ഐ ഡി ഇത് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അടിക്കണം. എൽസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് ചെയ്യാം /ലോഗിനിലേക്ക്. അപ്പോൾ നമ്മൾ മിഡിൽ വെയർ എഴുതി, നമ്മൾ ഈ മിഡിൽ വെയർ വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നു. നമ്മുടെ പ്രൊട്ടക്റ്റഡ് റൗട്ടിനാണ് മിഡിൽ വെയർ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓത്ത് റൗട്ടിലേക്കാണ് പോകാൻ പറഞ്ഞേക്കുന്നത്. മിഡിൽ വെയർ എഴുതണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എഴുതാം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മിഡിൽ വെയർ എഴുതാനായിട്ട് ഫസ്റ്റ് മിഡിൽ വെയർ ഇങ്ങോട്ട് റിക്വയർ ചെയ്യാം, ഓത്ത് യൂസർ. ഓത്ത് യൂസർ ആകുമ്പോൾ റിക്വയർ മിഡിൽ വെയർസ് /ഓത്ത് യൂസർ. ഈ ഓത്ത് യൂസർ മിഡിൽ വെയർ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഈ യൂസർ പ്രൊട്ടക്റ്റഡ് ആണോ, അതായത് യൂസറിന്റെ ക്രെഡൻഷ്യൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, സെഷൻ ഉണ്ടോ. അതിനായിട്ട് ഈ പ്രൊട്ടക്റ്റഡ് എന്നുള്ള ഇതിന്റെയും നമ്മുടെ റൗട്ടിന്റെ ഇടയ്ക്ക് നമ്മൾ ഇത് കൊണ്ടിട്ടാണ്. ഇപ്പം മിഡിൽ വെയർ ആയി. ഓക്കെ, അപ്പം ഓത്തറൈസ്ഡ് യൂസർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മിഡിൽ വെയർ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ എന്നൊക്കെ വേണം. ഓക്കെ, നമ്മൾ മെയിൻ കാര്യം വിട്ടുപോയി. നമ്മൾ എക്സ്പ്രസിനെ റിക്വയർ ചെയ്തിട്ട്
എന്ത് ചെയ്യണം, ഈ മിഡിൽ വെയറിനെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട് ഈസ് ലോഗ്ഡ് ഇൻ. ഇത് നോക്കി നമ്മുടെ മിഡിൽ വെയർ അവിടെ കിട്ടുന്നുണ്ടോ, സേവ് ചെയ്യുക. നമുക്ക് എററൊന്നും അടിക്കുന്നില്ല കണ്ടോ. അപ്പോൾ നമ്മുടെ മിഡിൽ വെയർ കിട്ടി, ഓത്ത് യൂസർ എന്ന് പറഞ്ഞ മിഡിൽ വെയർ കിട്ടി. നമ്മൾ ഇനി തിരിച്ചു വന്നിട്ട് നമ്മുടെ ആ ഒരു റൗട്ടിൽ ഒന്ന് പോയി നോക്കി തിരിച്ച് ലോഗിനിലേക്ക് റീഡയറക്റ്റ് ആയി. കാര്യം എന്താണ്, നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ആയി പോയില്ലേ നമ്മുടെ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യണം. പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ആ റൗട്ടിലേക്ക് പോകണം. അന്നത്തെ സെയിം റൗട്ടിലേക്ക് വന്നു. ഇപ്പം ഓതറൈസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ആ റൗട്ടിലേക്ക് വന്നത്. നമുക്ക് ഇതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ സെഷൻ പോയിട്ട് എന്താ സെർവർ റീസ്റ്റാർട്ട് ആയി വരും. അപ്പം തിരിച്ച് വീണ്ടും ലോഗിനിലേക്ക് പോകണം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ പേജിൽ നിന്ന് റീലോഡ് ചെയ്ത് നോക്കി തിരിച്ച് ലോഗിനിലേക്ക് പോകുന്നത് കണ്ടോ. കാരണം നമ്മൾ ഇവിടുന്ന് സെർവർ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ സെഷൻ പോയി. അപ്പോൾ സെഷൻ ഇല്ലാത്ത കേസ് വരുമ്പോഴത്തേന് നമുക്ക് എങ്ങോട്ട് പോകാൻ പാടില്ല, നമ്മുടെ ഈ പ്രൊട്ടക്റ്റഡ് റൗട്ടിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഓത്ത് യൂസർ എന്ന് പറഞ്ഞാൽ മിഡിൽ വെയർ നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഈ മിഡിൽ വെയറിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ 2-3 കാര്യങ്ങളോട് സെറ്റ് ചെയ്യാം. അതായത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ ഐ ഡി യൂസർ നെയിം പാസ്വേഡ്, ഇതിപ്പോൾ ഇയാളുടെ പേരൂടെ നമുക്ക് കിട്ടിയാൽ കുറേ കൂടെ നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പേര് കിട്ടാനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് യൂസേഴ്സിൻ്റെ അകത്തുനിന്ന് നെയിം എന്ന് പറഞ്ഞൊരു ഫീൽഡില്ലേ, നെയിമാണോ ഫുൾ നെയിമാണ്, യൂസർ നെയിം കിട്ടാം. യൂസർ നെയിമും ഇയാളുടെ റോളും എടുക്കാം. ഐ ഡി, യൂസർ നെയിം, റോള്, ഈ 3 കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ഇതിൻ്റെ അകത്ത് യൂസർ റോളാണ് കേട്ടോ. ഐ ഡി, യൂസർ നെയിം, യൂസർ റോള്, ഈ 3 ഡേറ്റ എടുക്കും. നമുക്ക് ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാം അല്ലേ. അപ്പോൾ റിക്വസ്റ്റ് സെഷൻ ഡോട്ട് യൂസർ ഐ ഡി, നമുക്ക് യൂസർ നെയിം എന്ന് കൊടുക്കാം. ഈ 3 കാര്യങ്ങളോട് നമുക്ക് സേവ് ചെയ്തേക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഹോം പേജിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു യൂസറിന്റെ പേര് വല്ലതും കാണിക്കണമെങ്കിൽ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന യൂസറിന്റെ പേര് വല്ലതും കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് യൂസർ നെയിം എടുത്തേക്കുന്നത്. പിന്നെ റോൾ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ യൂസർ അഡ്മിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയണ്ടേ. അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ അഡ്മിന് സ്പെഷ്യൽ പ്രിവിലേജ് ആണ് കൊടുക്കേണ്ടത്. അതേപോലെ യൂസർ ആണെന്നുണ്ടെങ്കിൽ യൂസറിന് അല്ലാത്ത പ്രിവിലേജ്, നോർമൽ പ്രിവിലേജ് ജസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോഗ് ആക്ടിവേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനുള്ള, ബ്ലോഗ് ആക്ടിവേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെ യൂസറെ ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനുള്ള ആക്സസ് കൊടുക്കുന്നത് അഡ്മിൻ ആണ് അല്ലേ. അപ്പോൾ ഈ ബ്ലോഗ് സ്റ്റാറ്റസ് ഒക്കെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ അഡ്മിന് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് റോളും കൂടെ ചെക്ക് ചെയ്യണം. നമുക്ക് ഒരു കാര്യം കൂടി ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാം. എന്താണ്, ഈ യൂസർ അഡ്മിൻ ആണോ അല്ലയോ എന്ന് ഇവിടുന്ന് വേണം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മളിവിടെ പോയിട്ട് ഈ യൂസറിന്റെ റോൾ നോക്കുക. ഇത് ഈനമല്ലേ, അതെ 1 ആണ് യൂസർ എന്ന് പറയുന്നത്. 2ഉം 3ഉം ആണോ നോക്കിയാൽ മതി. ഇഫ് റോസ് ഓഫ് 0 ഓഫ് യൂസർ റോള് ഇത് ഈക്വൽ ടു, നമുക്ക് ഡയറക്റ്റ് യൂസർ ആണോ ചെക്ക് ചെയ്താൽ പോലും, നമുക്ക് യൂസറും അഡ്മിനും സൂപ്പർ അഡ്മിനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ യൂസർ ആണോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് സെഷൻ ഡോട്ട് ഈസ് അഡ്മിൻ കൊടുക്കാം. ഈസ് അഡ്മിൻ ഈക്വൽ ടു ഫോൾസ്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അഡ്മിൻ ആണ് അല്ലേ. ഈസ് അഡ്മിൻ ഈക്വൽ ടു ട്രൂ. നമ്മുടെ സെഷൻ്റെ നമ്മൾ സെറ്റ് ചെയ്തു. യൂസർ ആണെന്നുണ്ടെങ്കിൽ യൂസർ റോൾ ഈക്വൽ ടു യൂസർ ആണെന്നുണ്ടെങ്കിൽ അഡ്മിൻ അല്ലാന്ന് കൊടുത്തു, അല്ലെങ്കിൽ അഡ്മിൻ ആണെന്ന് കൊടുത്തു. ഇനി നമുക്ക് അവിടെ പോയിട്ട് സെപ്പറേറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് കണ്ടീഷണലി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഈ വേരിയബിളിൻ്റെ അകത്ത് കിട്ടും അഡ്മിൻ ആണോ അല്ലയോ എന്നുള്ളത്. സോറി, ഈ വേരിയബിൾ, ഈ പ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ അകത്ത് നമുക്ക് യൂസറിന്റെ റോളൂടെ പറഞ്ഞു കൊടുക്കും. കോൺസ്റ്റ് റോൾ ഈക്വൽ ടു റിക്വസ്റ്റ് സെഷൻ ഹലോ യൂസർ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ യൂസർ നെയിം യുവർ റോൾ ഈസ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. ഹലോ അൺഡിഫൈൻഡ് യുവർ റോൾ ഈസ് യൂസർ. അൺഡിഫൈൻഡ് ആണ് വന്നേക്കുന്നത്, പക്ഷേ റോൾ വന്നു. എന്താ കാര്യം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഹലോ ടെസ്റ്റ് യൂസർ യുവർ റോൾ ഈസ് യൂസർ എന്ന് പറഞ്ഞത് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഡീറ്റെയിൽസിൽ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഈ പേജിലോട്ട് വരത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ സെഷൻ എന്തെങ്കിലും ലോഗൗട്ട് ആവുകയോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂസറിനെ വേറെ പേജിലേക്ക് പോകും, അതായത് ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ആവും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഈ ഒരു റൗട്ടിൽ ഈ യൂസറിന് എന്താണ് വേണ്ടത്, നമ്മൾ പറഞ്ഞിരുന്നു EJS യൂസ് ചെയ്തുകൊണ്ട് ഡൈനാമിക്കലി നമുക്ക് കണ്ടന്റ് ഡെലിവർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിനായിട്ട് ബ്ലോഗ്സിന്റെ അകത്താണ് വ്യൂസിന്റെ അകത്താണ് നമുക്ക് പേജസ് വേണ്ടത് അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാക്കാം. dashboard.js. ഓക്കെ, ഈ പേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ യൂസറിന്റെ ഹോം പേജ് റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ആഡ് ബ്ലോഗ് കാണും, അതേപോലെ ലിസ്റ്റ് ബ്ലോഗ് കാണും. ഇയാളെ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ്സ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അതേപോലെ ഇയാളുടെ പ്രൊഫൈൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും കാണും. ഓക്കെ, നമുക്കപ്പോൾ ആ പേജായിട്ട് നമുക്ക് ഇവിടെ എടുക്കും. നമ്മൾ റൗട്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഡാഷ്ബോർഡിന്റെ അകത്തോട്ട് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വാല്യൂസ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. റെസ്പോൺസ് ഡോട്ട് റെൻഡർ നമ്മുടെ ബ്ലോഗ്, പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ അകത്തുള്ള വാല്യൂസ് അല്ലേ. അപ്പം നമ്മൾ EJS കൊടുക്കാൻ മറന്നുപോയി. നമുക്ക് dashboard.EJS നമുക്ക് ഇങ്ങോട്ട് റെൻഡർ ചെയ്യിക്കാം. നമുക്ക് ഇതിൽ ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ നമുക്ക് സ്റ്റാറ്റിക് തന്നെയാണ്, പക്ഷേ കാറ്റഗറീസ് വേണം, അതേപോലെ സബ് കാറ്റഗറീസ് വേണം. കാറ്റഗറി സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് സബ് കാറ്റഗറി ചൂസ് ആവണം. അതേപോലെ നമുക്ക് ഫയൽ അപ്ലോഡിനുള്ള ഓപ്ഷൻ വേണം. ഇത് 3 നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാനായിട്ട് ഇനി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാറ്റഗറിക്കും സബ് കാറ്റഗറിയായിട്ട് നമുക്ക് ടേബിൾസ് ഉണ്ട് അല്ലേ. കാറ്റഗറി ലിസ്റ്റ് ചെയ്തു, ആ കാറ്റഗറിയുടെ ഐഡി അനുസരിച്ച് നമുക്ക് സബ് കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്യാനുള്ള ടേബിൾ ഉണ്ട്.
അപ്പോൾ ഓരോന്നിൻ്റെയും കാറ്റഗറി ഐ ഡി ബേസ് ചെയ്ത് സബ് കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്യുന്നു. എല്ലാ കാറ്റഗറിക്കും സബ് കാറ്റഗറി ഇല്ല, സബ് കാറ്റഗറി ഉള്ളതിന് മാത്രം കൊടുക്കുക. നമുക്കപ്പോൾ ഇതിന്റെ ബേസിൽ നമുക്ക് ഇവിടുന്ന് ലിസ്റ്റ് ചെയ്യണം. കാറ്റഗറി ഫസ്റ്റ് നമ്മൾ ഡമ്മി ഡേറ്റ ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡൈനാമിക് ആയിട്ട് കാറ്റഗറി ലിസ്റ്റ് ചെയ്യണം. അതിനെന്താ വേണ്ടേ? നമ്മളിപ്പം ഇത് ഏതാണ്? പ്രൊട്ടക്റ്റഡ് റൗട്ടിലാണ് നിൽക്കുന്നത്. പ്രൊട്ടക്റ്റഡ് റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓത്ത് റൗട്ടാണ് അല്ലേ? dashboard.js നമ്മുടെ പ്രൊട്ടക്റ്റഡ് റൗട്ട് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കാറ്റഗറീസ് എടുക്കണം. നമ്മൾ ഫസ്റ്റ് ഇത് സിങ്ക് ആക്കണം, ഇവിടെ നമ്മൾ വെയിറ്റ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളിവിടെ ഓൾറെഡി ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഗസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാറ്റഗറീസ് ഉണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം കാറ്റഗറി വേർ സ്റ്റാറ്റസിക്കൽ ടു 1. സ്റ്റാറ്റസിക്കൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറീസ് മാത്രം. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറീസ് മാത്രം നമ്മളിവിടെ എടുക്കുകയാണ്. അപ്പോൾ കാറ്റഗറീസിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു റൗട്ടിലേക്ക് റെൻഡർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ പാസ് ചെയ്യുന്നുണ്ട്? കാറ്റഗറീസ് മാത്രമേ ഇവിടെ പാസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ സബ് കാറ്റഗറീസ് ഇതിൻ്റെ അകത്ത് പാസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സബ് കാറ്റഗറി ലിസ്റ്റ് ആവൂ. അപ്പോൾ നമുക്കൊരു അജാക്സ് കോൾ വെച്ചിട്ടോ അല്ല നമുക്ക് സബ് കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്യാം അക്കോർഡിംഗ്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാറ്റഗറീസിനെ നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. കാറ്റഗറീസ് ഇനി നമുക്ക് ഈ പേജിനകത്ത് നമുക്ക് കിട്ടണം. ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡമ്മി ഡാറ്റയാണ്. നമുക്ക് ഈ പേജിൽ ഇവിടെ കാറ്റഗറി നമുക്ക് കിട്ടണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോയിട്ട് നമ്മൾ dashboard.jsനകത്ത് നമുക്ക് ഇവിടുന്ന് കാറ്റഗറി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് കാറ്റഗറി പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കാറ്റഗറീസ് എടുത്തിട്ട് നമുക്ക് ലൂപ്പ് ചെയ്താൽ മതി അല്ലേ? കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അല്ലേ? കാറ്റഗറീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഈ കാറ്റഗറീസ് ഉണ്ടെങ്കിലാണ് നമുക്കിത് ഓപ്ഷൻസ് ലൂപ്പ് ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? കാറ്റഗറി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ഫോർ ഈച്ച് ചെയ്തു. ഓരോ കാറ്റഗറി എടുത്തിട്ട് നമ്മൾ category.id category.category നെയിം കൊടുത്തു. അപ്പോൾ നമുക്ക് കാറ്റഗറി കിട്ടി. ഇനി കാറ്റഗറി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് സബ് കാറ്റഗറി നമുക്ക് ആഡ് ആവണം അല്ലേ? ഡിപ്പെൻസ് ഓൺ കാറ്റഗറി. അപ്പോൾ ഇത് മാൻഡേറ്ററി അല്ല. നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൻ കാറ്റഗറി അണ്ടറിൽ ഇത് ലിസ്റ്റ് ആവും. ഓക്കെ, അതിനായിട്ട് നമുക്ക് സബ് കാറ്റഗറി സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതേ ഫയലിനകത്ത് തന്നെ നമുക്കൊരു JSന്റെ കോഡ് എഴുതാം. നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നമുക്ക് എഴുതാം. എന്ത് എഴുതാം? ഈ ഒരു സബ് കാറ്റഗറി ലോഡ് ചെയ്യാനായിട്ടുള്ളത്. അതിനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ഗെറ്റ് സബ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് ഇവിടെ നമുക്ക് കാറ്റഗറി പാസ് ചെയ്യാം. ഓക്കെ, ഈ ഫംഗ്ഷൻ അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം അവിടുത്തെ ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വരണ്ടേ. നമ്മൾ റെസ്പോൺസ് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് API കോൾ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫെച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് സബ് കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു URL കൊടുക്കാം. എന്ത് ചെയ്യാം? നമ്മുടെ കാറ്റഗറി ഐഡി കൊടുക്കാം. ഇത് ഡൈനാമിക് ആയിട്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറ്റേ ടെംപ്ലേറ്റ് ലിറ്ററൽസ് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് കാറ്റഗറി ഐഡി പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സബ് കാറ്റഗറീസ് കിട്ടും. വെയിറ്റ് response.json. ഇനി നമ്മുടെ ആ സെലക്ടിന്റെ അകത്ത് മേ ബി നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന സബ് കാറ്റഗറീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നേരത്തെ ലിസ്റ്റ് അയക്കുന്നത്, അതായത് നമുക്ക് ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തതിനനുസരിച്ച് ഇവിടെ അടുത്ത സെലക്ട് അതിൻ്റെ അപ്പൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഡേറ്റ വെച്ചേക്കുന്നത്. പഴയ ഡേറ്റ ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം റിമൂവ് ചെയ്ത് കളയാം. കോൺസ്റ്റന്റ് സബ് കാറ്റഗറി നമുക്ക് ആദ്യം ആ ഒരു സെലക്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഡേറ്റ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ അകത്ത് ഇന്നർ HTML അത് പഴയ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൻ്റെ അകത്ത് ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഡേറ്റ മാത്രം കൊടുക്കുക. അതായത് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഡേറ്റ മാത്രം കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പുതിയ വാല്യൂസ് വരുന്നത് നമുക്ക് അപ്പൻഡ് ചെയ്യാം. അതിനായിട്ട് കാറ്റഗറീസ് ഒരു സബ് കാറ്റഗറി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുതിയൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഓപ്ഷനിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യും. ആ വാല്യൂ സെറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള ടെക്സ്റ്റ് കണ്ടന്റ് എന്താണോ അത് സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഈ സബ് കാറ്റഗറി സെലക്ടിലേക്ക് അപ്പൻഡ് ചെയ്യും. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കും. document create element. പുതിയൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എലമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. എലമെന്റ് പേര് ഓപ്ഷൻ എന്നാണ്. ഓക്കെ, പുതിയൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓപ്ഷൻ നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാം. വാല്യൂ ഈക്വൽ ടു സബ് കാറ്റഗറി. ഇവിടെ സബ് കാറ്റിന്റെ പേരെന്താ? സബ് കാറ്റ് .id. ഓപ്ഷൻ ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു സബ് കാറ്റ് ഡോട്ട് നെയിം. ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഓപ്ഷൻ നമുക്ക് അതിലേക്ക് അപ്പൻഡ് ചെയ്യണം. അതിനായിട്ട് സബ് കാറ്റഗറി സെലക്ട് ഡോട്ട് അപ്പൻഡ് ചൈൽഡ് എന്ന് കൊടുക്കുക. ഈ അപ്പൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത്? ഇവിടെ ഇതിൻ്റെ അകത്തുള്ള ഡേറ്റ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ വാല്യൂ മാത്രം കൊടുത്തേക്കുന്നത്. ഓക്കെ, നേരത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് അതിൻ്റെ ഡേറ്റ ഉണ്ടെങ്കിൽ കാറ്റഗറി സെലക്ട് ചെയ്യുന്നതനുസരിച്ച് സബ് കാറ്റഗറി വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ ഓപ്ഷൻ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ശരിക്കും പറഞ്ഞാൽ റെഡിയായി. ഫ്രണ്ട് എൻഡിൻ്റെ ഫംഗ്ഷനാലിറ്റി റെഡിയായി. ഇനി
ഇതിന് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് നമ്മൾ API എഴുതി കൊടുക്കണം അല്ലേ. API ആണ് ഈ സബ് കാറ്റഗറീസ് എന്ന് പറഞ്ഞ API വെച്ചിട്ടാണ് എന്തെടുക്കുന്നത്, ഈ ഡേറ്റ എടുക്കുന്നത്. അതിനാൽ തന്നെ ഇതിനായിട്ടുള്ള API നമുക്ക് എഴുതണം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു API റൗട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് API സ്ലാഷ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. പക്ഷേ API സ്ലാഷ് എന്ന് കൊടുക്കാം. API റൗട്ടിനകത്ത് നമുക്ക് എഴുതാം വെരിഫൈ ടോക്കൺ. നമുക്ക് ഇവിടുന്ന് റൗട്ടർ ഡോട്ട് ഗെറ്റ് നമ്മുടെ ഇതിന്റെ പേര് സബ് കാറ്റഗറീസ്. ഇതിന്റെ തന്നെ നമുക്ക് കാറ്റഗറി ഐഡി പാസ് ചെയ്ത് കൊടുക്കണം അല്ലേ. കാറ്റഗറി ഐഡി, ആ കാറ്റഗറി ഐഡി വെച്ചിട്ടാണ് നമ്മൾ സബ് കാറ്റഗറി ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ എസിൻക്രണസ്. പിന്നെ നമ്മൾ ഈ കാറ്റഗറി ഐഡി വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ സബ് കാറ്റഗറി ഫിൽട്ടർ ചെയ്തെടുക്കും അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റ് കാറ്റഗറി ഐഡി ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പാരംസ് ഡോട്ട് കാറ്റഗറി ഐഡി. ഓക്കെ, ഈ ഒരു കാറ്റഗറി ഐഡി എടുത്തു. ഇനി സബ് കാറ്റഗറീസ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സബ് കാറ്റഗറീസ് നമ്മൾ എടുക്കും, വെയിറ്റ് ചെയ്യും, db ഡോട്ട് ക്വറി ചെയ്യും, സെലക്ട് ഫ്രം, സെലക്ട് സ്റ്റാർ ഫ്രം കൊടുക്കേണ്ട, നമുക്ക് ഇവിടെ ഐഡിയും സബ് കാറ്റഗറി മാത്രം മതി അല്ലേ. കാറ്റഗറി ഐഡി സ്റ്റാറ്റസ് ഒന്നും വേണ്ട, അത് കാരണം തന്നെ സ്റ്റാർ വേണ്ട. നമുക്ക് സെലക്ട് ID, എന്താണ് എൻ്റെ പേര്, സബ് കാറ്റഗറി നെയിം ഫ്രം, ടേബിളിന്റെ പേര് എന്താണ്, സബ് കാറ്റഗറി, വേർ കാറ്റഗറി ID ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. കാറ്റഗറി ID ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കാറ്റഗറി ID നമ്മൾ ഇവിടുന്ന് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പാസ് ചെയ്ത് കൊടുക്കും. കാറ്റഗറി ID. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സബ് കാറ്റഗറീസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ JSON ആയിട്ടാണ്, API ആയതുകൊണ്ട് JSON ആയിട്ടാണ് നമ്മൾ റെസ്പോൺസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റെസ്പോൺസ് ഡോട്ട് JSON കൊടുക്കുക. എന്താണ്, ഈ സബ് കാറ്റഗറീസ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കുക. പാസ് ചെയ്ത് കൊടുത്തല്ലോ, നമ്മുടെ API റെഡിയായി. നമ്മൾ എന്ത് ചെയ്തു, ഡാഷ്ബോർഡ് ഡോട്ട് EJSന്റെ അകത്തുനിന്ന് നമ്മൾ ഈ API സ്ലാഷ് സബ് കാറ്റഗറീസിന് നമ്മൾ കോൾ ചെയ്ത് കാറ്റഗറി ID പാസ് ചെയ്ത് കൊടുത്തോണ്ട്. ഓക്കെ, ഇനി ഇത് വർക്ക് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് കാറ്റഗറി സബ് കാറ്റഗറി ഉള്ളത് ഏതിനൊക്കെ ആയിരുന്നു, 3, 4, 5. 3 ഏതാണ്, TV, മാഗസിൻ, ഓൾ സ്പോർട്സിനാണ് നമ്മളിപ്പോൾ സബ് കാറ്റഗറി കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, TV സെലക്ട് ചെയ്യുന്നു, സബ് കാറ്റഗറി ഒന്നും വന്നില്ല. എന്താണ് നമുക്ക് എറർ വരുന്നത്, ഒന്നും എറർ വന്നില്ല. കാരണം എന്താണ്, ഈ ഫംഗ്ഷൻ നമ്മൾ അവിടുന്ന് കോൾ ചെയ്യുന്നില്ല. നമ്മൾ എവിടുന്നാണ് കോൾ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു ഫംഗ്ഷന്റെ, അതായത് ഈ കാറ്റഗറിയുടെ ഓൺ ചേഞ്ചിലാണ് നമ്മളിത് കോൾ ചെയ്യേണ്ടത്. അത് കോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓൺ ചേഞ്ചിൽ കോൾ ചെയ്യാം കാറ്റഗറി ഫംഗ്ഷൻ. അതിനായിട്ട് നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുത്തു, ബ്രാക്കറ്റിൽ ഇതിന്റെ വാല്യൂ നമുക്ക് എടുത്ത് കൊടുക്കാം, ദിസ് ഡോട്ട് വാല്യൂ, അതായത് സെലക്ട് ആയേക്കുന്ന ഇതിനകത്തെ വാല്യൂ ഏതാണ് ആ വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ആ വാല്യൂ താഴെ വന്നിട്ട് നമ്മൾ എടുത്തിട്ട് കാറ്റഗറിയുടെ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നു അല്ലേ. നമുക്ക് സേവ് ചെയ്തിട്ട് അപ്പുറത്തൊന്നും പോയി നോക്കാം. കാറ്റഗറി സെലക്ട് ചെയ്തു, TV സെലക്ട് ചെയ്തു, സബ് കാറ്റഗറി സെലക്ട് ചെയ്തു, ലൈവ് TV അല്ലെങ്കിൽ പ്രൈം TV വന്നു ഉണ്ടോ. അതേപോലെ മാഗസിൻ സെലക്ട് ചെയ്തു, ലേറ്റസ്റ്റ് എഡിഷൻ, ഇൻസൈറ്റ് വന്നു. ഇതിനകത്ത് ഇല്ലാത്ത ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡേറ്റ വരത്തില്ല. അപ്പോൾ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്തു, സബ് കാറ്റഗറി സെലക്ട് ചെയ്തു, ഇത് രണ്ടും ഡൈനാമിക് ആയിട്ട് ഡേറ്റയും നമുക്ക് വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്തൊരു മെയിൻ കടമ്പയാണ്, എന്താണ്, ഫയൽ അപ്ലോഡ് അല്ലേ. ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പ്രോജക്റ്റിന്റെ ഡയറക്ടറിയിലേക്കായിരിക്കും അല്ലേ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്രോജക്റ്റിനകത്ത് അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അകത്ത് നമുക്ക് അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കുമോ, എന്ത് വേണം ചെയ്യാം. ആ ഒരു ഫോൾഡറിലേക്കായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താക്കണം, മൾട്ടിപാർട്ട് ഫോം ഡേറ്റ ആയിരിക്കണം. അത് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. എൻക്രിപ്ഷൻ ടൈപ്പ് നമ്മൾ മൾട്ടിപാർട്ട് ഫോം ഡേറ്റ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഡേറ്റ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് മൾട്ടർ എന്ന് പറയുന്നത്. മൾട്ടർ ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടർ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. പാക്കേജ് ഡോട്ട് JSന്റെ നമുക്ക് മൾട്ടർ ഉണ്ടായിരുന്നോ, ഇല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൾട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. മൾട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് npm install മൾട്ടർ എന്ന് കൊടുക്കുക. മൾട്ടർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫയലിൻ്റെ വാലിഡേഷൻസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടത് ഈ ഒരു ഫയൽ അപ്ലോഡ് ഫെസിലിറ്റിയിൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിൻ്റെ സൈസ് മാക്സിമം സൈസ് ഒരു 15 MB ആയിരിക്കണം. അതേപോലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണം, ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ പറ്റണം, അതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റണം. ഇത്രയാണ് എൻ്റെ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് അപ്ലോഡ് ആവേണ്ടത് നമുക്ക് ഈ ഒരു പബ്ലിക്കിൻ്റെ അകത്ത് ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അപ്ലോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തായിരിക്കണം എനിക്ക് അപ്ലോഡ് ആവുന്നത്. ഇത്രയാണ് എൻ്റെ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ മൾട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, npm സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മൾട്ടറിൻ്റെ കോഡ് നമ്മൾ എഴുതണം അല്ലേ. അതിനായിട്ട് ഇത് ഈ ഒരു ഫോം, നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, ആഡ് ബ്ലോഗ് എന്ന് പറഞ്ഞ പാത്തിലേക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ
ഓത്ത് റൗട്ടിലായിരിക്കണം അത്. കാരണം ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് റൗട്ടിന്റെ അകത്ത് വരുന്നതാണ്. ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ലോഗിൻ ആയവർക്ക് മാത്രമേ ഡാഷ്ബോർഡ് കാണാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം ഈ ഒരു റൗട്ടിന്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ റൗട്ടിന്റെ അകത്ത് നമ്മുടെ ഡിഫോൾട്ട് റൗട്ടിലാണ് ഡാഷ്ബോർഡ് ലോഡ് ആവുന്നത്, അല്ലേ? അപ്പൊ നമുക്കിനി നമ്മളിപ്പോൾ ചെയ്യുന്നത് ആഡ് ബ്ലോഗ് എന്ന് പറയുന്ന റൗട്ട് നമുക്ക് ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടൊരു റൗട്ട് സെറ്റ് ചെയ്യണം. ഗെറ്റ് അല്ല, പോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ആഡ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൗട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനകത്ത് അസിൻക്രണസ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഡേറ്റ പാസ് ചെയ്തിട്ട് മൾട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത മൾട്ടർ നമ്മളിവിടെ റിക്വയർ ചെയ്യണം. നമ്മുടെ ഓത്ത് റൗട്ടിൻ്റെ അകത്ത് കോൺസ്റ്റ് മൾട്ടർ ഈക്വൽ ടു മൾട്ടർ. ഓക്കെ, മൾട്ടർ ഫസ്റ്റ് റിക്വയർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൾട്ടറിനെ നമ്മൾ കോൺഫിഗർ ചെയ്യണം. മൾട്ടറിനെ എന്തിനാണ് കോൺഫിഗർ ചെയ്യുന്നത്? ഫയൽ അപ്ലോഡിന് മൾട്ടർ വേണമെന്ന് പറഞ്ഞല്ലോ, അപ്പം മൾട്ടർ വേണം. അതേപോലെ തന്നെ മൾട്ടറിനെ ഫസ്റ്റ് കോൺഫിഗർ ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡെസ്റ്റിനേഷൻ പാത്ത് ഏതാണ്, അതേപോലെ നമ്മുടെ എത്ര ഫയൽ സൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റും, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫയൽസ് ഇതിൻ്റെ അകത്ത് പറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മിഡിൽ വെയർ പോലെ ഇവിടെ ഒരു അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഇത് എഴുതാം. അതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടർ കോൺഫിഗർ ചെയ്യാം. മൾട്ടർ കോൺഫിഗർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഡയറക്ടറി വേണം. എവിടേക്കാണ് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞത് പബ്ലിക്കിൻ്റെ അകത്ത് അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഫോൾഡറിൻ്റെ അകത്താണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ലിമിറ്റ് എത്രയാണ്, നമ്മുടെ ഫയലിൻ്റെ സൈസ് എത്രയാണ്, ലിമിറ്റിൻ്റെ അകത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഫയൽ സൈസ് കൊടുക്കുന്നത്. ഫയൽ സൈസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ആയിരിക്കണം, നമ്മുടെ ഫയൽ സൈസ് 15 MB ആയിരിക്കണം, അല്ലേ? 1024 ബൈറ്റ്സ് എന്ന് പറയുന്നതാണ് 1 KB. 1024 KB എന്ന് പറയുന്നതാണ് 1 MB ഇൻറ്റു 15 ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ ചെറിയ ഡിഫറൻസ് വരും. അതായത് സിസ്റ്റത്തിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. 1048 അങ്ങനെ റേഞ്ചിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു 15,000 ഈ ഒരു റേഞ്ച് ഇട്ടേക്കുന്നത്. ഇതിൽ ഇച്ചിരി കൂടുതൽ വരും, സൈഡ് ഡിഫറൻസ് വരും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഇതാണ് കറക്റ്റായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് 60 to 15 അതാണ് 15 MB എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽ സൈസ് എന്ന് പറയുന്നത്, ഫയൽസ് എന്ന് പറയുന്നത് ഇമേജോ അതായത് PNGയോ JPGയോ അല്ലെങ്കിൽ MP4 വല്ലോ ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അത് മാത്രമേ ആവാൻ പാടുള്ളൂ. അതിനായിട്ട് നമുക്ക് ഫയൽ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ റിക്വസ്റ്റ് ഫയല്, അതുപോലെ നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫയലിൻ്റെ അലൗഡ് ടൈപ്സ് നോക്കുന്നത്. അതിനായിട്ട് അലൗഡ് മൈം, നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ അലൗഡ് കൊടുക്കാം, image/jpg കൊടുക്കാം, image/png കൊടുക്കാം, video/mp4 കൊടുക്കാം, video/QuickTime കൊടുക്കാം. ഇത്രയുമാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ അലൗഡ് മൈം ടൈപ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ്സ് നമ്മുടെ ഫയലിൻ്റെ മൈം ടൈപ്പ് ഉണ്ടോ എന്ന് നോക്കണം. file.mime ടൈപ്പ്, ഫയലിൻ്റെ മൈം ടൈപ്പ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അലവ് ചെയ്യാൻ പാടുള്ളൂ. അന്നേരം കോൾ ബാക്കിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എറർ ഒന്നും അടിക്കാതെ നമ്മൾ നൾ ട്രൂ ഇട്ട് കൊടുക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ, അല്ലാത്ത കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിജക്ട് ചെയ്യേണ്ടത്. റിജക്ട് ചെയ്തിട്ട് കോൾ ബാക്ക് എന്ത് ചെയ്യണം, നമ്മൾ പുതിയൊരു എറർ ത്രോ ചെയ്യാം. ന്യൂ എറർ ഓൺലി എന്തൊക്കെയാണ്, JPG, PNG, എന്തൊക്കെ MP4, MOV ആർ അലൗഡ് എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ബാക്ക് ജസ്റ്റ് കിട്ടും. എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് പറ്റും, നമുക്ക് ആ എറർ നമുക്ക് ത്രോ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു മിഡിൽ വെയർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മളപ്പോൾ മൾട്ടറിനെ കോൺഫിഗർ ചെയ്തു. ഈ കോൺഫിഗർ ചെയ്ത മൾട്ടർ വെച്ചിട്ട് നമുക്ക് സിംഗിൾ ഫയൽസോ മൾട്ടിപ്പിൾ ഫയൽസോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്ലോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആഡ് ബ്ലോഗിൻ്റെ അകത്ത് നമുക്ക് ഫയലിനെ അപ്ലോഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ അപ്ലോഡ് ഡോട്ട് സിംഗിൾ എന്ന് കൊടുക്കാം, ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫയലിൻ്റെ ഈ ഫീൽഡിൽ നിന്നുള്ള വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അതിനാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതൊരു മിഡിൽ വെയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കോൾ ബാക്ക് കിട്ടും. നമ്മൾ ഈ ആഡ് ബ്ലോക്കിൻ്റെ അകത്ത് നമുക്ക് ഈ ഡേറ്റ ഫുൾ എടുക്കണം, അല്ലേ? നമുക്ക് എന്തൊക്കെ ഡേറ്റ വരും, നമുക്ക് ഡേറ്റ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ വരും, ഡിസ്ക്രിപ്ഷൻ വരും, അതേപോലെ കാറ്റഗറി വരും, സബ് കാറ്റഗറി വരും, ഫയൽ അപ്ലോഡ് വരും, അല്ലേ? നമുക്ക് ഈ ഒരു ടൈറ്റിലല്ലേ ഇവിടെ വേണ്ടത്, നമുക്ക് എന്ത് ടൈറ്റിലാണ് വേണ്ടത്, ടൈറ്റിലിന്റെ കണ്ടന്റ് എഴുതാനുള്ള ടൈറ്റിലാണ് വേണ്ടത്, അല്ലേ? ഇത് കസ്റ്റമറിന്റെ അല്ലെങ്കിൽ യൂസർ ലോഗിൻ ചെയ്യുമ്പോഴുള്ള ടൈറ്റിലാണ്. നമുക്ക് വേണ്ട ഒരു ഇൻപുട്ട് ഫീൽഡാണ്. അപ്പോൾ നെയിം ഈക്വൽ ടു ടൈറ്റിൽ, ID ഈക്വൽ ടു ടൈറ്റിൽ,
പ്ലേസ് ഹോൾഡർ വേണേൽ കൊടുത്തേക്കാം. പ്ലീസ് എ ബ്ലോഗ് ടൈറ്റിൽ. ഇത് നമുക്ക് റിക്വയർഡ് ആക്കാം. ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈറ്റിൽ ബ്ലോഗ് ടൈറ്റിൽ കൊടുക്കാനുള്ളത് കൊടുത്തു. ഇതിനും വേണം നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ടെക്സ്റ്റ് ഏരിയയ്ക്ക് പ്ലേസ് ഹോൾഡർ ആയിട്ട് പ്ലീസ് ബ്ലോഗ് ഡിസ്ക്രിപ്ഷൻ പ്ലേസ് ഹോൾഡർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ പ്ലേസ് ഹോൾഡർ കിട്ടും. നമ്മൾ ടൈറ്റിൽ എടുത്തു, ഡിസ്ക്രിപ്ഷൻ എടുത്തു, കാറ്റഗറി സബ് കാറ്റഗറി ഫയൽ സെലക്ട് ചെയ്തു. എന്നിട്ട് അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് വരണം? നമ്മുടെ ഈ ഒരു ഫയൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ആയിട്ട് അതിൻ്റെ പാത്ത് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടണം. എന്നിട്ട് നമുക്കത് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഡേറ്റാബേസിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഫയൽ ഉണ്ടോ നോക്കുന്നു. ഫസ്റ്റ് റിക്വസ്റ്റ് ഡോട്ട് ഫയൽ ഉണ്ടോ നോക്കുന്നു. റിക്വസ്റ്റിനകത്ത് ഫയൽ ഉണ്ടെങ്കിൽ ഫയൽ നെയിം നമുക്ക് എടുക്കണം. നമുക്ക് ഒറിജിനൽ നെയിം എടുക്കണം ഫയലിൻ്റെ. അത് നമുക്ക് പിന്നീട് ആവശ്യം വരണം. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിപ്പിൾ ഫയൽസ് സെയിം നെയിമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് റീനെയിം ചെയ്തിട്ട് വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒറിജിനൽ നെയിം എടുത്ത് വെക്കാം. അതേപോലെ ഇവിടെ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഒറിജിനൽ നെയിം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒറിജിനൽ നെയിം എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫയലിനെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഉണ്ട്. എന്തെങ്കിലും വേറെ അടിച്ച് കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈ ക്യാച്ച് എഴുതിയേക്കുന്നത്. ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പോസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ അപ്രൂവൽ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് റിക്വസ്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ റെസ്പോൺസ് കൊടുത്താൽ മതി. എൽസ് കേസിനകത്ത് നമുക്ക് എറർ ക്യാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് കൊടുക്കാം. നമ്മൾ ഫയൽ ഉണ്ടോ എന്ന് നോക്കി ഫയലിന്റെ ഡേറ്റ എടുത്തു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? ഫയൽ മാത്രമല്ല നമുക്ക് അവിടെ ഉള്ളത്. നമുക്ക് അവിടെ ടൈറ്റിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കാറ്റഗറി ഉണ്ട്, സബ് കാറ്റഗറി ഉണ്ട്. ഇതെല്ലാം നമുക്ക് എടുക്കണം അല്ലേ? ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ടി സ്ട്രക്ചർ എഴുതെടുക്കുന്നു. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ഈ ഡേറ്റ എല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനായിട്ട് റിസൾട്ട് ഈക്വൽ ടു db.query ഇൻസേർട്ട് ഇൻറ്റു ടേബിളിൽ വരുന്നതാണ് ബ്ലോക്സ് അല്ലേ. നമുക്ക് ഇതിനകത്ത് ഐ ഡി ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി ഡി, സബ് കാറ്റഗറി ഡി, ഇമേജ് URL ക്രിയേറ്റഡ് ഓൺ ബ്ലോക്ക് സ്റ്റാറ്റസ്. നമുക്ക് ഇതിനകത്ത് ഇമേജ് URL കഴിഞ്ഞിട്ട് നമുക്കൊരു ഒറിജിനൽ നെയിം കൂടെ കൊടുക്കാം. ഒറിജിനൽ ഫയൽ നെയിം കൊടുക്കാം. നമുക്ക് ഡിഫോൾട്ട് നള്ളായിട്ട് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്ത് ഒറിജിനൽ ഫയൽ നെയിം എന്ന് പറഞ്ഞൊരു പാത്ത് കൊടുക്കും. നമുക്ക് ക്രിയേറ്റഡ് ബൈ വരെ മതി. ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ക്രിയേറ്റഡ് ഓൺ ഓട്ടോമാറ്റിക് വരും, ബ്ലോക്ക് സ്റ്റാറ്റസ് വരും, ID വരും. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡേറ്റയാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇത്രയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ വരുന്ന ഇൻസേർട്ട് ഇൻറ്റു ബ്ലോക്സ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി ID, സബ് കാറ്റഗറി ID, ഇമേജ് URL, ഒറിജിനൽ ഫയൽ നെയിം, ക്രിയേറ്റഡ് ബൈ, വാല്യൂസ്. നമുക്ക് ഈ റെസ്പോൺസിനകത്ത് ഇത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ID കിട്ടും. ഇഫ് ഇൻസേർട്ട് ID ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെസ്പോൺസിനകത്ത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. റെൻഡർ ഡാഷ്ബോർഡ് JS ഇൻസേർട്ട് ID നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എറർ പാസ് ചെയ്ത് കൊടുക്കാം. സംതിങ് വെന്റ് റോങ് മെസ്സേജ് നമുക്ക് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ സക്സസ്. അതേപോലെ ഇൻസേർട്ട് ID പാസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അപ്പുറത്ത് പോയിട്ട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ദി ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക, ഓൾ സ്പോർട്സ് കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് ക്രിക്കറ്റ് സെലക്ട് ചെയ്യുന്നു, ഫയൽ ചൂസ് ചെയ്യുന്നു, ഈ ഒരു ഇമേജ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. എന്ത് സംഭവിക്കാൻ നോക്കാം. നോട്ട് പോസ്റ്റ് ആഡ് ബ്ലോക്ക്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അല്ലേ? പ്രൊട്ടക്റ്റഡ് സാമ്പിൾ ടൈറ്റിൽ, സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, ക്രിക്കറ്റ് സ്പോർട്സ്, ഓൾ സ്പോർട്സ് സെലക്ട് ചെയ്യുന്നു, സബ് കാറ്റഗറി ക്രിക്കറ്റ് സെലക്ട് ചെയ്യുന്നു, നമ്മളൊരു ഇമേജ് ചൂസ് ചെയ്യുന്നു, ഒരു സാമ്പിൾ ഇമേജ് ചൂസ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? അൺഡിഫൈൻഡ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ, അവൈറ്റ് ആയിരുന്നു. ഫയൽ നെയിം കൊടുക്കണം, അതേപോലെ ഒറിജിനൽ ഫയൽ നെയിം കൊടുക്കണം. ഇമേജ് URL, ഒറിജിനൽ ഫയൽ നെയിം, ക്രിയേറ്റഡ് ബൈ. ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? ആരാണ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെ അറിയും? നമ്മുടെ റൗട്ടിൻ്റെ അകത്തുണ്ട് അല്ലേ? എവിടെയാണ്? നമ്മുടെ മിഡിൽ വെയറിൻ്റെ അകത്തുണ്ട്. ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഓത്ത് യൂസർ അല്ലേ? റിക്വസ്റ്റ് സെഷൻ യൂസർ ID. ഈ ഒരു യൂസർ IDക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ യൂസർ ID കിട്ടും. റിക്വസ്റ്റ് സെഷൻ്റെ അകത്ത് നമുക്ക് യൂസർ ID കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് റിക്വസ്റ്റ് സെഷൻ യൂസർ ID വെച്ച് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ ഏത് വന്നിട്ടുണ്ടോ നോക്കാം. അപ്ലോഡ്സിനകത്ത് ഫയൽസ് വന്നിട്ടുണ്ടോ കേട്ടോ. നമുക്ക് സബ്മിറ്റ് കൊടുക്കണം. കാറ്റഗറീസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമ്മൾ തിരിച്ച് എവിടെ പോകുന്നു? നമ്മൾ സബ്മിഷൻ എല്ലാം ആയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് യൂസറിനെ എങ്ങോട്ട് വിടുന്നു? dashboard.ejs വിടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്ത് വേണം? ഈ dashboard.ejs നമ്മൾ ഡയറക്റ്റ് പാസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ യൂസറിന് എന്ത് കൊടുക്കണം? കാറ്റഗറീസ് കൊടുക്കണം. ആ കാറ്റഗറീസ് നമ്മൾ കൊടുക്കുന്നില്ല. അതുകൂടെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അതുകൂടെ നമ്മൾ എടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട്.
നമ്മൾ കാറ്റഗറീസ് എടുത്തു, ഈ കാറ്റഗറീസ് കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. categories.ejs കൊടുത്തു. ഇനി കാറ്റഗറീസ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇനി ഇവിടെ കാറ്റഗറി കിട്ടുന്നുണ്ട്, ആ ഒരു എറർ വരത്തില്ല. പക്ഷേ ഇത് സക്സസ് ആണെന്നുള്ള മെസ്സേജ് വരുമ്പോൾ അത് നമുക്ക് അവിടെ മെസ്സേജ് കാണിക്കണം. അതേപോലെ ലാസ്റ്റ് ഡിസൈഡർ ID ഒക്കെ കൊടുക്കണമെങ്കിൽ എടുത്ത് കാണിക്കണമെങ്കിൽ കാണിക്കാം. ഇനി നമുക്ക് ഡേറ്റാബേസിൽ ഇത് ആഡായെന്ന് നോക്കാം. നമ്മുടെ ഡേറ്റാബേസിൽ പോയി റിഫ്രഷ് ചെയ്ത് ക്രിയേറ്റഡ് ബൈ 1. ഓക്കെ, ഒരു യൂസറാണ് നമുക്കുള്ളത്. നമുക്ക് ആ ഒരു യൂസറിൻ്റെ ID വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇമേജ് URL വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമുക്കിവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് നമുക്കിവിടെ ഫയൽസ് എല്ലാം ക്രിയേറ്റ് ആവുന്നുണ്ട്, അതായത് അപ്ലോഡ് ആവുന്നുണ്ട്, പക്ഷേ ഫയൽസിനൊന്നും എക്സ്റ്റൻഷൻ ഇല്ല. അതേപോലെ നമ്മൾ ഈ ഫയൽസ് ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫയലിൻ്റെ ഒറിജിനൽ നെയിം, അതായത് ഇമേജ് URL നമ്മൾ കൊടുത്തേക്കുന്നത് കിട്ടത്തില്ല. ഇതിന് എക്സ്റ്റൻഷൻ ഇല്ലാതെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റാൻഡം നെയിം ക്രിയേറ്റ് ചെയ്യണം. 2, ഈ ഫയൽ പാത്ത് കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് റീനെയിം ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് മൾട്ടറിൻ്റെ താഴെ നമ്മൾ 2 എക്സ്ട്രാ ഇതോട് ആഡ് ചെയ്യുക. ഫസ്റ്റ് വൺ വന്ന് നമുക്ക് ക്രിപ്റ്റോ എടുക്കാം. ക്രിപ്റ്റോ ഓർമ്മയുണ്ടല്ലോ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് റാൻഡം ഫയൽ നെയിം ഒക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ ക്രിപ്റ്റോ യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ പാത്ത് എടുക്കുക. പാത്ത് എടുത്തിട്ട് നമുക്ക് ആ പാത്ത് വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കറക്റ്റായിട്ട്, അതിനു വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ എടുത്തു, പാത്തും എടുത്തു. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഫയലിനെ റീനെയിം ചെയ്തിട്ട് നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു റാൻഡം ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യാം. റാൻഡം ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. റാൻഡം ഫയൽ നെയിം എന്ന് പറയുന്നത് നമ്മൾ ക്രിപ്റ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്രിപ്റ്റോ ഓർമ്മ ഉണ്ടെന്ന് എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന്, നമ്മൾ റാൻഡം ബൈറ്റ്സ് എടുക്കും, എത്ര അതിൻ്റെ ഇത് കൊടുക്കും അല്ലേ, എന്തുമാത്രം സ്ട്രിങ് റാൻഡം സ്ട്രിങ് വേണമെന്നുള്ള കാര്യം, എന്നിട്ട് .to സ്ട്രിങ് കൊടുക്കും. 2 സ്ട്രിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏത് ടൈപ്പ് ഓഫ് 2 സ്ട്രിങ് ആണെന്ന് പറയും. നമുക്കിവിടെ 2 സ്ട്രിങ് ഹെക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ കൂടെ കൊടുക്കണം. നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടാത്തല്ലേ നമ്മുടെ മെയിൻ ഇഷ്യൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ പാത്ത് യൂസ് ചെയ്യണം. പാത്ത് .extension നെയിം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എടുക്കുന്നത്. എക്സ്റ്റൻഷൻ എടുക്കാനായിട്ട് നമ്മൾ ഒറിജിനൽ ഫയൽ നെയിം ഏതാണോ ആ ഒരു request.file ഒറിജിനൽ ഫയൽ നെയിം എടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ വേരിയബിൾ എടുത്ത് ഇവിടെ ഇട്ടാലും മതി. ഓക്കെ, ഇത് നെക്സ്റ്റ് ലൈൻ കൊടുക്കാം. അപ്പോൾ ക്രിപ്റ്റോ വെച്ചിട്ട് റാൻഡം ബൈറ്റ് 16 ക്യാരക്ടർ ഉള്ളത് ക്രിയേറ്റ് ചെയ്തു. അത് ഹെക്സാ ഡെസിമലായിട്ട് നമുക്ക് കിട്ടി. നമുക്ക് ആ ഒരു വാല്യൂ പ്ലസ് ഒറിജിനൽ ഫയൽ നെയിം വെച്ചിട്ട് നമ്മളൊരു റാൻഡം ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ക്രിയേറ്റ് ചെയ്ത റാൻഡം ഫയൽ നെയിമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ആ ഫയലിനെ എടുത്തിട്ട് ആ ഫയലിനെ നമ്മൾ റീനെയിം ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫയൽ നെയിം എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ റിക്വസ്റ്റ് കൂടെ ഒന്ന് സ്റ്റോർ ചെയ്യാം. request.file name. ഓക്കെ, ഇത് സ്മോൾ ലെറ്റർ ആണ്, നമ്മുടെ റിക്വസ്റ്റ് ഫയലിൻ്റെ അകത്ത് ക്യാപിറ്റൽ ഫയൽ നെയിം അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റാൻഡം ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്ത ഫയൽ നെയിം നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റിനകത്തും ഫയൽ നെയിം കറക്റ്റായി. ഇനി അടുത്ത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിട്ട് നമ്മൾ ഈ ഫയൽ സിസ്റ്റം വെച്ചിട്ട് ഇവിടെ പോയിട്ട് റീനെയിം ചെയ്യണം അല്ലേ. ഇനി ഫയൽ സിസ്റ്റം ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി, ഇല്ല. നമുക്ക് ഫയൽ സിസ്റ്റം ലോഡ് ചെയ്യാം. const fs require fs ഫയൽ സിസ്റ്റം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ആ ഫയൽ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പോയിട്ട് റീനെയിം ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫയലിനെ നമുക്ക് റീനെയിം ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഒരു എസിങ് അവൈറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇത് എസിങ് ആണ്, അതുകൊണ്ട് തന്നെ സിംഗ്ലസ് ആയതുകൊണ്ട് നമുക്ക് അവൈറ്റ് കൊടുക്കാം. അവൈറ്റ് എന്ത് ചെയ്യണ്ടേ, fs.promises.rename. ഓക്കെ, നമുക്ക് ഒരു പ്രോമിസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, path.join കൊടുക്കുക. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരുന്ന പാത്ത് public/uploads ആയിരുന്നു അല്ലേ. ഈ പാത്ത് നമുക്ക് കോപ്പി ചെയ്യാം. path.join പ്ലസ് നമ്മുടെ ഫയൽ നെയിം എന്താ, നമുക്ക് ഫയൽ നെയിം ഉണ്ടായിരുന്നു റിക്വസ്റ്റ് file.file. ഈ ഫയൽ നെയിം കൊടുക്കാം. ഈ ഫയൽ നെയിം കോമ ഇതായിരുന്നു നമ്മുടെ സോഴ്സ് പാത്ത്. ഓക്കെ, ആ സോഴ്സ് പാത്തിൽ കിടക്കുന്ന ഫയലിനെ എടുത്തിട്ട് നമ്മൾ വീണ്ടും റീനെയിം ചെയ്യും. path.join സെയിം തന്നെ public/uploads/ നമുക്ക് പുതിയ പേരാണ് ഇതിൻ്റെ കൊടുക്കുന്നത്. പുതിയ പേരെന്താണ്, നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ റാൻഡം ഫയൽ നെയിം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫയൽ പാത്തിൽ, അതായത് അപ്ലോഡ്സ് പാത്തിൽ പോയിട്ട് ആ ഒരു ഫയലിനെ എടുത്തിട്ട് നമ്മൾ റീനെയിം ചെയ്യും, പുതിയ പേര് വെച്ചിട്ട് കൊടുക്കും. ഓക്കെ, ഇനി ഈ റാൻഡം ഫയൽ നെയിമാണ് നമ്മൾ എടുത്തിട്ട് ഡേറ്റാബേസിൽ കൊടുക്കേണ്ടത് അല്ലേ. ഡേറ്റാബേസിൽ ഇമേജ് URL ആയിരുന്നു നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഫയൽ നെയിം മാറ്റിയിട്ട് റാൻഡം ഫയൽ നെയിം കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. സബ്മിറ്റ് കൊടുക്കുക.
തിരിച്ച് നമ്മൾ റീഡയറക്റ്റ് ആകാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഹോം പേജിലോട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് റീഡയറക്റ്റ് ആയത്. നമുക്ക് ആദ്യം ഇവിടെ വന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നു. ഫയൽ നെയിം വന്നു, .jpg വന്നു. അതേപോലെ ഇവിടെ എന്ത് വന്നു? ഫയൽ നെയിം 03390 ആ ഫയലിന് .jpg വന്നു. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതും നമ്മുടെ ഫസ്റ്റ് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെ ഈ ഒരു പേജിൽ ക്രിയേറ്റ് ആയ ബ്ലോഗുകൾ ലിസ്റ്റ് ചെയ്യിക്കാൻ നോക്കാം. അതിനു മുമ്പ് ബൈ ഡിഫോൾട്ട് ആയിട്ട് എന്താണ് ഈ ബ്ലോഗിന്റെ സ്റ്റാറ്റസ് 1 ആണല്ലേ, നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് 0 ആക്കാം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനാണ് ബ്ലോഗ് അപ്രൂവ് ചെയ്യേണ്ടത് അല്ലേ, നമ്മളല്ല അപ്രൂവ് ചെയ്യേണ്ടത്, അഡ്മിനാണ് അപ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ളത് നമുക്ക് 0 കൊടുക്കാം. അഡ്മിൻ വന്നിട്ട് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് 1 ആയിക്കോളും. ഓക്കെ, ഡിഫോൾട്ട് നമ്മൾ 0 ആക്കി. അതേപോലെ ഈ ഫയൽ മാത്രം ഇട്ടിരുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാമെന്ന് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.